ഷാജിട്ടാ നമസ്കാരം. ക്രിസ്മസ് ഒക്കെയാണ്. ഫോർച്യൂണറും പജുറോയും പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഇന്നോവയാ. ഓഫർ വണ്ടികളുണ്ടോ? എല്ലാ ഓഫർ കൊടുക്കുക. ന്യൂ ഇയറും ക്രിസ്മസും പറഞ്ഞ് എല്ലാ ഓഫർ കൊടുക്കുക. ഈ വണ്ടിയെല്ലാം അവിടെ സിംഗിൾ ഓണർ വണ്ടികളല്ലേ? അവിടെ ഡയറക്റ്റ് പാർട്ടി നമ്മൾ എടുക്കുന്നുണ്ട്. സിംഗിൾ ഓണറാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന എല്ലാ വണ്ടി അതെ കേട്ടോ. ഈ 3 ഇന്നോവ അതെ. ഷാജർ, അപ്പോൾ ഇത് മോഡൽ ഏതാ വണ്ടി? ഇത് 2014 വണ്ടിയാണ്. 14 7-ാം മാസം വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. എൻ്റെ പേര് സെക്കൻഡ് ഓണർ. അവിടെ സിംഗിൾ ഓണർ വണ്ടി. അവിടെ സിംഗിൾ ഓണർ ഹൈദരാബാദ് റീ വണ്ടിയാണ്. 8 സീറ്റ് വണ്ടി. 8 സീറ്റർ അല്ലേ? G4 വണ്ടി. എല്ലാം 5 കൊല്ലത്തേക്ക് ലൈഫ് ടാക്സ് അടച്ചേക്കുന്നത് അല്ലേ? തട്ടമുട്ട ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട്. അത് മാറി കൊടുക്കാം അല്ലേ? പെന്നി വർക്കും ഇല്ല? ഒന്നുമില്ല. അതുപോലെ പെയിന്റ് ഒക്കെ ആണെങ്കിലും പെയിന്റ് കമ്പനി പെയിന്റ് ഉണ്ട്. ബമ്പറൊക്കെ റീപെയിന്റ് ഉണ്ടല്ലേ? കിലോമീറ്റർ അല്ലേ 2 ലക്ഷത്തിൽ താഴെ ഓടിയുള്ളൂ. ഹിസ്റ്ററി നമുക്ക് ജനുവൻ കിലോമീറ്റർ പറയാനൊക്കെ 2 താഴത്തെ കാണിക്കുന്നു. അല്ലേ? ഓക്കെ ഓക്കെ. ടയറൊക്കെ ആണല്ലോ ഒരു ടയറാണെന്നൊരു 50% മേലുണ്ട്. 50% മുകളിൽ ഉണ്ടല്ലേ? ഇതിന്റെ ബോഡിയൊക്കെ പക്കയല്ലേ? ഇത് ഇന്റർകൂളർ ആണോ? ഇന്റർകൂളർ അല്ലേ? മൈലേജ് ഒക്കെ ABS എയർ ബാഗ് പവർ ഷെയറിംഗ് സെൻട്രലൊക്കെ എല്ലാം ഉള്ള വണ്ടി. മൈലേജ് ഒക്കെ ഒരു 12 മൈലേജൊക്കെ ഇതിന് ഇന്റർകൂളർ വണ്ടിക്ക് 14 മേളിൽ കിട്ടും അല്ലേ? ഞാൻ മൊത്തമായിട്ട് കാണിച്ചു തരാം. ബോഡി ക്വാളിറ്റി ഒക്കെ എടുത്തിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ടല്ലോ വണ്ടിക്കകത്ത്. ഒന്നും ചെയ്യണ്ട. ഷാമ്പൂ ഓടുക. ഫുൾ സർവീസ് ചെയ്യുന്ന വണ്ടിയില്ല ഇതൊക്കെ? ഓക്കെ. എൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കി. ഒന്നും ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. ഫുൾ ഓക്കെ അല്ലേ? വർക്കൊന്നും പെൻഡിങ് ഇല്ല? ഒന്നുമില്ല. ഈ പാർട്ടിക്ക് ഡെലിവറി കൊടുക്കുമ്പോൾ നമ്മളൊന്നും ഇതിൽ വാഷും പോളിഷും ചെയ്ത് കൊടുക്കും അല്ലേ? ഇന്റീരിയറിലേക്ക് പോയാലും ഡാഷൊക്കെ നീട്ടാട്ടോ. അതുപോലെ റൂഫ് കാര്യങ്ങൾ AC ഒക്കെ പക്ക വർക്കിംഗ് അല്ലേ? AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. പവർ ഷെയറിംഗ് സെൻട്രലൊക്കെ ABS എയർ ബാഗ് എല്ലാം ഉള്ളത്. എല്ലാം ഉള്ളതാണ്. ഓക്കെ. ഗ്ലാസ് വേറെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഫ്രണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ ഇന്റീരിയർ വന്നേക്കുന്നത് നീറ്റാട്ടോ വണ്ടി. ഈ വണ്ടിയൊക്കെ ലാസ്റ്റ് എന്നെ വില കൊടുക്കാം? ഇത് നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് 8 രൂപയാണ് ചോദിക്കുന്നത്. റെഡി ക്യാഷ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നല്ല ഇത് മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതൊക്കെ ഫിനാൻസ് കയറുന്ന വണ്ടിയല്ലേ? ഇതൊക്കെ നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 6 രൂപ ഫൈനാൻസ്. 6 രൂപ കയറും അല്ലേ? ഒരു 2 രൂപ കൊണ്ട് സുഖമായിട്ട് കൊണ്ടോ? ഫൈനാൻസിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ സിവിലൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. ഓക്കെ. അടുത്ത വണ്ടി ഇത് 2014 14 വണ്ടി അല്ലേ? 14 വണ്ടി. G4 തന്നെ? G4 വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. നേരെയുള്ള തട്ടമുട്ട ആക്സിഡന്റ്? ഇത് ചെറുതായിട്ടൊക്കെ ഉള്ള തട്ടുമുട്ടൊക്കെ ഉണ്ട്. 7.5 ലക്ഷം രൂപ ഇതിന്റെ വില. 7 രൂപ അല്ലേ? അതും നെഗോഷ്യബിൾ ആണോ? അതൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കാം. ഒന്ന് ഞാൻ കൊടുക്കാം അല്ലേ? വേറെ മെയിൻ ആയിട്ടുള്ള ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയതല്ലേ? ബാക്കിയൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറി. വേറെ ഗ്ലാസ് ഒന്നും മാറ്റമൊന്നുമില്ല. പിന്നെ വണ്ടിക്ക് പെൻഡിങ് വർക്കൊന്നും ഇല്ലല്ലോ? ടയറൊക്കെ ഒരു 60% ഉണ്ടല്ലേ? ബോഡിയിൽ വേറെ വർക്കൊന്നുമില്ല. ഇതൊക്കെയാണ് വണ്ടി ലുക്ക് വന്നത്. ഇന്റർകൂളർ അല്ലേ ഇതും? അപ്പോൾ അത്യാവശ്യം മൈലേജും ഉണ്ട്. ഇന്റീരിയറിലേക്ക് പോയാലും സീറ്റ് കവറൊക്കെ വേറെ കേൾക്കുന്നല്ലേ? സീറ്റ് കവർ വേറെ ചെയ്യാൻ നിൽക്കണ്ട അല്ലേ? ഒന്നും വേണ്ട. സെക്കൻഡ് റോയും കുഴപ്പമില്ല കേട്ടോ. അല്ലേ? കുഴപ്പമില്ല വണ്ടി. ഇന്റീരിയറൊക്കെ നീറ്റാണ്. അപ്പോൾ ഈ വണ്ടി ലാസ്റ്റ് നമുക്ക് 7 രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയല്ലേ? 6 രൂപ കയറുള്ളൂ ഫിനാൻസ്. ബാക്കി ഒരു 1.5 രൂപ വണ്ടി ഉണ്ടോ സിവിലൊക്കെ ഉണ്ടെങ്കിൽ? അടുത്ത വണ്ടി ഇത് 2014 വൈറ്റ് വണ്ടി. 8 രൂപയാണ് ചോദിക്കുന്നത്. 8 ലക്ഷം രൂപ. 14 G4 ഇന്റർകൂളർ വണ്ടി. ഇത് വേറെ തട്ടമുട്ട ആക്സിഡന്റ്? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല? വേറെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നുമില്ല. 18 മോഡൽ ഗ്ലാസ്. പെൻഡിങ് വർക്കൊന്നുമില്ല? മെക്കാനിക്കൽ ടൊയോട്ടയുടെ വണ്ടിയില്ല. 1 പൈസയുടെ പണി പോയി. എല്ലാം ബൈ റോഡ് വഴി ഓടി വരുന്ന വണ്ടി. അല്ലേ? ഹൈദരാബാദ് റീ വണ്ടികളല്ല അല്ലേ? ഓക്കെ. ഇത് സെക്കൻഡ് അവിടെ സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ പാർട്ടിയും ഡയറക്റ്റ് എടുത്ത് സെക്കൻഡ് ഓണർ എൻ്റെ പേരിലാണ് ആക്കിയ വണ്ടി. ഓക്കെ. ബോഡിയൊക്കെ ആണെങ്കിലും വർക്കൊന്നും പെൻഡിങ് ഇല്ല കണ്ടോ? ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും ഒരു 6 ലക്ഷം രൂപ ലോൺ കയറുന്നുണ്ടല്ലേ സിവിലൊക്കെ ഉണ്ടെങ്കിൽ? കയറും. ഓക്കെ. അടുത്ത വണ്ടി അടുത്ത 2014 3-ാം മാസം വണ്ടിയാണ്. ഡിസയർ ഡീസൽ അല്ലേ? വീഡിയോ വണ്ടിയാണ്. ഡീസൽ വണ്ടി. 14 3-ാം മാസം വണ്ടിയാണ്. ഇത് 3.5 ലക്ഷം പേൾ വൈറ്റ് കളറാണ് അല്ലേ? 1,08,000 കിലോമീറ്റർ ഓടിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഒന്നിട്ട് അതൊരു ഇതിന്റെ കിലോമീറ്റർ ഒക്കെ എല്ലാം 2 താഴെ. കറക്റ്റ് പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ. ഇത് കറക്റ്റ് കിലോമീറ്റർ അല്ലേ? 1.8 ഓടി വണ്ടി. വണ്ടിയിൽ മേലുള്ള തട്ടമുട്ട ഒന്നുമില്ല ഉണ്ടല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാ? വേറെ വിഷയങ്ങളൊന്നുമില്ല? പെൻഡിങ് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല? ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. ഇത് വണ്ടിക്ക് ലോൺ കയറുന്ന വണ്ടിയല്ലേ? സിവിൽ സ്കോറിന്റെ 14 വണ്ടിയില്ലേ? 14 3-ാം മാസം വണ്ടി. ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? ഇത് 3.5 രൂപ. 3.5 ചോദിക്കുന്നത്. ഒരു എത്ര ലോൺ കയറും?
നല്ല പാർട്ടിയാണ് 2000 രൂപ 3 രൂപ വരെ 3 രൂപ കയറും അല്ലേ? അപ്പോൾ നല്ല പാർട്ടിയാണെങ്കിൽ 50 രൂപ വണ്ടി ഉണ്ടോ? വണ്ടിയെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. ടയറൊക്കെ ആണെങ്കിൽ ഒരു എല്ലാം പുത്തൻ ടയർ, പുതിയ പാർട്ടി പുത്തൻ ടയറല്ലേ? ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയറൊക്കെ നീറ്റല്ലേ? ഡാഷൊക്കെ ആണെങ്കിലും പക്കയാ, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സീറ്റ് കവറൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 50 രൂപ കൊണ്ടേ കൊണ്ടുപോകാൻ വേണ്ടി സിവിലൊക്കെ ഉള്ള ആളാണെങ്കിൽ. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ, മല്ലപ്പള്ളി ആർ ടി ഓഫീസ് വണ്ടി, ഇപ്പോൾ റാന്നി ആർ ടി ഓഫീസ് നമ്പറാക്കി. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ളത് ഒരു ആക്റ്റീവ് വലുതും കൊടുക്കാനുള്ളതാണോ? ആക്റ്റീവ കൊടുക്കാനുള്ള മാറി വന്ന വണ്ടിയാണ്. അല്ല, എക്സ്ചേഞ്ച് വന്ന വണ്ടിയല്ലേ? അതെ, 2018 വണ്ടിയാണ്. 18 വണ്ടിയല്ലേ? 18 വണ്ടി സിംഗിൾ ഓണർ ആയിരുന്നു. എൻ്റെ പേരിലോട്ട് ആക്കിയിട്ട് അവർ ബുക്ക് തന്നു. അല്ലേ? 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 45,000 രൂപ വിലയേ ഉള്ളൂ. 45,000 രൂപയ്ക്ക്. നിങ്ങൾ പുതിയ ആക്റ്റീവയ്ക്ക് ഇപ്പോൾ ഒരു 120 മുകളിൽ വിലയുണ്ടല്ലേ? അതിൻ്റെ വിലയുണ്ട്. എത്ര ലാസ്റ്റ് എത്ര? പുത്തൻ ടയറൊക്കെയാണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അല്ലേ? ലാസ്റ്റ് റേറ്റ് എത്രയാണ്? 45 രൂപ. എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ? എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് കൊടുക്കാമല്ലോ. വരാൻ പറ, കസ്റ്റമർ വന്നാൽ പേര് മാറി എല്ലാ വണ്ടി കൊടുക്കത്തുള്ളൂ, അത് നിർബന്ധമാണ്. അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞേരേ. ഇത് പത്തനംതിട്ട ജില്ലക്കകത്ത് റാന്നിയിലാണ്. പനവേൽ ലോട്ടസ് എന്ന് പറയും. ഫോൺ നമ്പർ 9447024466. ഓക്കെ ഏട്ടാ, വീണ്ടും കാണാം. താങ്ക് യു.